അപ്പോൾ നിങ്ങളിവിടെ വിചാരിക്കണം എൻ്റെ സ്കിൻ എന്താ അവിടെ കാണാത്തെന്ന്. കാരണം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ആപ്പിളംസി എന്ന് പറഞ്ഞ സെർവറിലാണ്. കാരണം ഇന്ന് ഞാൻ പറയാൻ പോവാണ് ഏറ്റവും നല്ല PvP സെർവേഴ്സ്. കാരണം മിക്ക ആൾക്കാരൊക്കെ അറിയില്ല നല്ലൊരു PvP സെർവർ ഏതാണ്. ഞാനും ആദ്യം അങ്ങനെയൊക്കെ തന്നെ ഇരുന്നു. ഞാൻ കുറേ ദിവസം കണ്ടുപിടിച്ചിട്ടാണ് എനിക്ക് ഈ ആപ്പിളംസിയും ബാക്കി സെർവറുകളൊക്കെ കിട്ടിയ. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം ലാസ്റ്റത്തെ സെർവർ അത് ഞാൻ പോലും കളിക്കാത്ത സെർവറാണ്. ഇപ്പോൾ കണ്ടുപിടിച്ചു, പക്ഷേ എന്താണ് ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് വാച്ച് ടിൽ ദ എൻഡ്. പിന്നെ ഈ സെർവറിൽ നമുക്ക് സ്കിന്ന് റാൻഡമായിട്ട് എടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വാച്ച് ടിൽ ദ എൻഡ്. അപ്പോൾ ഇവിടെ ഈ സാധനം നോക്കിയാൽ ആൾക്കാരൊക്കെ കാണും, നല്ല കാര്യമാണ്. സെർവർ സെലക്ടർ അതൊക്കെ ഉണ്ട്. എല്ലാ ഇങ്ങനെ ഗ്രേപ്പ് രമണ അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രിസ്റ്റൽ PvP എന്നൊക്കെ എഴുതി കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ PvP സോഡ്. നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് അങ്ങനെ ഉണ്ടാക്കാം തല്ലൊക്കെ. കാരണം പിന്നെ ഒരു പാർക്കോറൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിട്ട് നേരെ നമ്മുടെ PvP കണ്ട് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ സാധാരണ കളിക്കുന്ന സെർവർ ഇതെന്നാണ്. കാരണം ഇനി ആൾക്കാർ എത്ര ഉണ്ടെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. കുറേ പേരുണ്ട്, ഇഷ്ടം പോലെ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഓണാക്കി വെക്കാത്തത്. അപ്പോൾ നമ്മളെ ക്രിസ്റ്റൽ PvPയിലോട്ട് വരാം. ഇവിടെ നമുക്കൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്കൊക്കെ. സെറ്റ് സെർവറാണിത്. അതിന് മുമ്പ് ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ PvP. നമുക്ക് നോക്കാം. ഇവിടെ കിറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളോട് പറയേണ്ടെന്ന് ആവശ്യമില്ല, കുറേ സമയം വേസ്റ്റ് ആവും. ഇരിക്കുന്ന കിറ്റ് റൂം ആക്കിയിട്ട് സാധനങ്ങളൊക്കെ നിങ്ങളുടെ കിറ്റൊക്കെ പിന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ട് കിറ്റ് അതൊക്കെ ആക്കിയിട്ട് ചെയ്താൽ മതി. ഞാൻ എന്തായാലും എൻ്റെ കിറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ സെർവറിൽ. ബാക്കി ഒരു സെർവറിൽ അങ്ങനെ കിറ്റൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല. നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് എന്തെങ്കിലും കടന്നു കഴിഞ്ഞ് ഞാൻ സെർവറിൻ്റെ ഒരു പേരൊക്കെ പറഞ്ഞു തന്നു. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എലൈറ്ററൊക്കെ നമുക്ക് എന്തിനാണെങ്കിലും കൊണ്ടുവരാം. പക്ഷെ ചിലതിലൊന്നും കിറ്റുകളൊന്നും ഉണ്ടാവില്ല. ഓ വാട ഓഹോ, ഞാൻ ചെസ്റ്റ് പ്ലേറ്റ് മാറ്റാൻ മറന്നുപോയി. സാരമില്ല. പൈസ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ആട്ടോ കുഴപ്പമില്ല. ഓനെ അവിടെ ഈഴി കൊടുക്കുക. കണ്ടേ, നല്ല ഫ്രണ്ട്ലി പ്ലെയേഴ്സും നല്ല ഡെഡ്ലിയസ്റ്റ് പ്ലെയേഴ്സും രണ്ടും കൂടി കൂടിയിട്ടുള്ള ഒരു സെർവറാണ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, PvP മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റേത് എന്തെന്ന് കണ്ടില്ലേ, കുറച്ച് ബിട്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സർവൈവലൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ അടുത്ത സെർവറിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട്, ഒരു പച്ചയുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ കാര്യം നമുക്ക് ആവശ്യമുള്ളൊരു സാധനമുണ്ട്. സ്കിൻ റാൻഡം. പക്ഷെ ഇതിങ്ങനെ ഒന്നും കിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും സെർവറൊക്കെ മാറ്റേണ്ടി വരും. /hub നിൽക്കേണ്ടി വരും. അപ്പോഴത്തേക്കും നിങ്ങളുടെ സ്കിന്നൊന്നും നിങ്ങൾക്ക് മാറി കിട്ടും. ഏടാ മോനെ, ടെക്നോബ്ലേഡ് കണ്ടില്ലേ, റാൻഡം സ്കിൻ അങ്ങ് കിട്ടും. അപ്പോൾ ഏതെങ്കിലും അങ്ങ് സ്കിൻ കിട്ടുമെന്നാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്നോബ്ലേഡ് കിട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് സ്കിൻ മെനു ഉണ്ട്.
മെനു കുറച്ച് നേരം വെയിറ്റ് ഉണ്ട് വരും വരെ. അപ്പോൾ മെനു അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കിട്ടിയ സ്കിന്നുകളൊക്കെ കാണും. അപ്പോൾ ഈ സ്കിന്നുകളൊക്കെ എടുക്കാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ ടെക്നോളജിയുടെ ഇപ്പോൾ തന്നെ എടുക്കാൻ പോയാലും. അപ്പം അങ്ങനെ ഈ സെർവറിൻ്റെ എത്രയോ നമ്മൾ കാണിക്കുന്നു. നമുക്ക് അടുത്ത സെർവറിലോട്ട് പോവാം. അതുകൊണ്ട് ഇതാണ് നമ്മൾ കളിച്ച സെർവർ. ഇതിൻ്റെ IP ബോട്ടൊക്കെ ഞാൻ അപ്പോൾ തന്നെ കാണിച്ചു തരാം. അവിടെ എഡിറ്റ് ഇതാണ് നമ്മുടെ IP ബോട്ടും player.applumsy.fun ആണ്. നിങ്ങളിത് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതിലോട്ട് പ്ലം SMB. ഇതാണ് ഏറ്റവും നല്ല പ്രാക്ടീസ് സെർവർ എന്നാണ് ആൾക്കാർ പറയുന്നത് ഗീസ്. കാരണം എന്താണെന്ന് എനിക്കും അറിയില്ല ഗീസ്. നമുക്ക് നോക്കേണ്ടി വരും. അതിന് മുമ്പ് പാസ്വേഡൊക്കെ ഒന്ന് അടിച്ചു വെക്കാം. അപ്പോൾ ഗീസ് നമ്മൾ സെർവറിലൊക്കെ എത്തി. അപ്പോൾ അതിന് മുമ്പ് ഇരിക്കുന്ന പ്ലെയർ സോൺ അതിൻ്റെ ഒക്കെ സാധനം ഇവിടെ തന്നതാ. ചാടി ഏടോ ഞാനിവിടെ എത്തി. ഏടാ അതാ ഗീസ്. റാൻഡമായിട്ട് സ്കിന്ന് ഞാൻ ആദ്യം എടുത്തു വെച്ചാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം എടുക്കാം. എനിക്ക് ഈ സ്കിന്ന് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിലുണ്ട് സ്കിന്ന് റാൻഡം കണ്ടില്ലേ /സ്കിന്ന് റാൻഡം അടിച്ചെടുത്താൽ മതി. പിന്നെ ഈ സെർവറിൽ അത്ര സെർവറൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം അങ്ങ് വെയിറ്റ് ചെയ്താൽ മതി. നമുക്ക് നിങ്ങളുടെ സ്കിന്നങ്ങ് കൈ കിട്ടും. അതല്ലെങ്കിൽ വേണ്ട വർക്കാവുന്നില്ല ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് നേരെ എല്ലാം വിട്ടിട്ട് നേരെ റാൻഡം കിറ്റ്സ്. ഇതാണ് ഇതിലിങ്ങനെ റാൻഡമായിട്ട് കുറേ സാധനങ്ങളൊക്കെ കിട്ടും. കാരണം അത് മാത്രമല്ല, പക്ഷെ നമുക്ക് ഇഷ്ടം ക്രിസ്റ്റൽ PP ആണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്റ്റൽ PP എടുക്കും. അയ്യോ ഇത് ലൈഫ് സ്റ്റൈൽ IP /server പ്രാക്ടീസിലാണ് നിങ്ങൾക്ക് അതൊക്കെ കിട്ടാൻ പോകുന്നത്. അൺറാങ്ക്ഡ് ഉണ്ട്, റാങ്ക്ഡും ഉണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ അൺറാങ്ക്ഡ് ആണ് കളിക്കുന്നത്. നിങ്ങൾക്കും വേണമെങ്കിൽ അൺറാങ്ക്ഡോ അതൊക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ ക്രിസ്റ്റൽ FF ഒരു എൻ്റെ സ്കിൻ അറിയോ? ഈ സ്കിൻ കണ്ടില്ല /skin random. അതെ പെട്ടെന്ന് സ്കിൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സീന് സ്കിൻ അങ്ങ് കിട്ടിയിട്ടുണ്ട്. നോട്ടെ സെറ്റ് സ്കിന്ന്. ഇത് ഏകദേശം ചെറുതായിട്ടൊക്കെ ഒരു മാർലോനെ പള്ളിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്കിൻ എടുക്കാൻ പറ്റും. /skin random. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ഇല്ല 7 സെക്കൻഡ് വെയിറ്റ് ആണെങ്കിൽ അപ്പോഴത്തേക്കിനും ഹലോ മാർലോ ഹിയർ. ഹലോ മാർലോ. പൊക്കില്ലേ ഭംഗിയിരിക്കണം. ഗീസ് നമുക്ക് ഓരോ ശല്യപ്പെടുത്താണ്ട് നേരെ പോവാം. ക്രിസ്റ്റൽ FF ടിയർ ക്രിസ്റ്റൽ FF. എടാ ഞാൻ മറ്റേതായി പേഴ്സ് എടുത്ത് റാങ്ക് ആയി പോയി. എന്തായാലും നമുക്ക് കാണിച്ചു തന്നാൽ മതി. ടിയർ ക്രിസ്റ്റൽ FF ഇതാണ് റാങ്ക്ഡിൽ കുറച്ച് പേരെ കളിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇതായിരിക്കും കുറച്ച് നേരം എടുക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ നമുക്കിത് മാറ്റിയിട്ട് നേരെ സാധാരണ സാധനം എടുക്കാം. അപ്പോഴത്തേക്ക് ആൾക്കാരെയും കിട്ടി. S1 Taxes അങ്ങനെ എന്തോ ആണോ എൻ്റെ പേര്. ഞാൻ എൻ്റെ കിറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം കിറ്റൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ ഇതിന് കളിക്കാൻ പോലും പറ്റിയിട്ടില്ല. നല്ല പ്ലെയർ ഇത്. നമുക്ക് ഒരു കളിയും കൂടി കളിക്കാം. പക്ഷെ അത് നമ്മൾ ഡയമണ്ട് പോട്ട് നമ്മൾ അടുത്ത പോലെ ഞാൻ സ്ക്വാഡ് PvP ചെയ്യാന്ന് വിചാരിച്ചു. /skin random വേണ്ട കളിക്കാം. ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ സ്പീഡിന്റെ പോർഷൻ ഒന്നും കൊടുക്കില്ലേ. വാടാ ക്രിറ്റ്സ്.
എടാ വാടാ 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 വാടാ. നല്ല സെർവറാണ് ഈ MSMB, നല്ല സെർവറാണെന്നൊക്കെ റേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആപ്പിൾ എംസിക്ക് എത്ര കൊടുത്തതെന്നറിയ? ഞാൻ ആപ്പിൾ എംസിക്ക് 10 ഔട്ട് ഓഫ് ഒരു 8 ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല സെർവറാണ് ഈ സെർവർ വെച്ച് നോക്കുമ്പോൾ ആപ്പിൾ എംസി എന്നാണ് നല്ലത്. കാരണം എനിക്ക് തോന്നി, എന്താണെന്നറിയില്ല. ഇതിൽ ഒരു മിനിറ്റ്, എനിക്ക് /kit എഡിറ്റർ ഇതിലുണ്ടോ നോക്കട്ടെ. വേറെ സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതിനൊരു 9 കൊടുക്കും കാരണം ഇതിൽ നല്ല നല്ല കുറേ പേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി റേറ്റ് കൊടുക്കുന്നതാണ് 9. അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് പ്ലെയേഴ്സിന് കാണും. അതിലും കാണും എന്നാലും കുറച്ചുകൂടി നല്ല ഇതാണ്. നമുക്കൊന്ന് ഫസ്റ്റ് നോക്കണം ഏതാ. ഇതില്ല ഇത് എക്സിറ്റ് എഡിറ്റർ /kit എഡിറ്റർ ഇതെടുക്കണം. കിറ്റ് എഡിറ്റർ ഇതിലുണ്ട് സാധനങ്ങളൊക്കെ. ആർമർ ട്രിം പക്ഷെ അതിൽ എടുക്കാൻ പറ്റില്ല തോന്നുന്നു. /kit എഡിറ്റർ ഇത്രേ കാണുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ സേവ് കിറ്റ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ലേഔട്ടൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ കുറച്ചൊക്കെ കുറഞ്ഞുണ്ട്. അപ്പോൾ ഞാനൊരു 6 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല സെർവറാണ്. നമുക്ക് അടുത്ത സെർവറിലോട്ട് പോവാം. അതാണ് നമ്മുടെ സ്വിഫ്റ്റ് SMB. പിന്നെ ഈ MSMBയിൽ ഞാൻ ഒരു സാധനം കണ്ടിട്ടുണ്ട്, റാൻഡം കിറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഇതുവരെയായിട്ട് ഒരു സെർവറിൽ പോലും കണ്ടില്ല. പിന്നെ ഇതാണ് നമ്മൾ ലാസ്റ്റ് സെർവർ. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഒരു 7 മാർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്വിഫ്റ്റ് SMB കൊടുക്കാം. ഓ ഏടാ മോനെ, ഇത് വേറെ ഏതോ ഭാഷയാണെന്ന് തോന്നുന്നു. ഏടാ സെറ്റ് സാധനം ഏടാ. നമുക്കൊരു സാധനം. ഓ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ എന്ത് അത്രയ്ക്ക് ലോക്കൽ SMB ഒന്നുമില്ല. പ്രീമിയം അക്കൗണ്ട് ആർ യൂസിങ് പ്രീമിയം അക്കൗണ്ട്? നോയ്സ്. ഞാൻ പ്രീമിയം അക്കൗണ്ട് ഇല്ല. എന്ന് വെച്ചാൽ ക്രാക്ക്ഡ് സെർവറിലേ കയറാൻ പറ്റുള്ളൂ എന്നാണ് പ്രീമിയം അക്കൗണ്ട് മറ്റേതിൻ്റെ ഒക്കെ അർത്ഥം. ഇവിടെ മുകളിലും താഴെയൊക്കെ ഉണ്ട് എക്കണോമി. ഞാൻ അത്രയ്ക്ക് വലിയ സെർവറൊന്നുമില്ല, എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു സീനിയർ സെർവർ. അത്രയ്ക്ക് വിസിറ്റ്സ് ആൾക്കാരില്ല എന്ന് പറയാൻ പറ്റില്ല. നോക്കീസ് 318,000 എന്നുവെച്ചാൽ ഒരു 3 ലക്ഷം ഇത്രയെങ്കിലും ആൾക്കാരുണ്ടാവും. ഫസ്റ്റ് നമ്മൾ ഇത് കളിക്കും. ക്രിസ്റ്റൽ BB 2 പേരുണ്ട്. ഇതിലെന്താ ആൾക്കാർ കുറവാണോ? എക്കണോമിയിലാണെന്ന് തോന്നുന്നു കൂടുതൽ വരും. /kit ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടി വരും. /kit ഫസ്റ്റ് നമുക്കൊന്ന് ചാടി നോക്കാം. ചത്തോ? /kit കിട്ടുമോ? നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. എക്വിപ്മെന്റ് നമുക്ക് ആർമർ ആക്കേണ്ടി വരും. ഞങ്ങൾക്കൊരു ഫസ്റ്റ് ഒരു ആർമർ വേണം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ചെയ്യാം. ഇത് സെറ്റ് ആക്കണം. പിന്നെ നല്ലൊരു സ്വാഡ് ആവശ്യമുണ്ടാവും. നോക്ക് ബാക്ക് 2ൻ്റെ ഒരു സ്വാഡ്. പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡൻ ആപ്പിൾ അതൊക്കെ വേണം. അതിന് മുമ്പ് ഇതൊക്കെ കുറച്ചെടുക്കാം. പിന്നെ ഇതിൽ നല്ല PvP സാധനങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണാം. കാരണം എനിക്കിത് പൈസല്ല സെറ്റ്. എനിക്കൊരാളെയും കിട്ടി. അവൻ താഴോട്ട് ചാടി. ഇതിൽ കിറ്റൊക്കെ വർക്കാണ്ട്. കാരണം ഞാൻ നോക്കി, ഞാൻ കാണിച്ചിട്ടാ കുറച്ച് തീർക്കട്ടെ. വർക്കാവുണ്ടോ എന്നുള്ളത് കാണിക്കാനാണ്. ഞാൻ കാണിച്ചുതരാം. നമ്മുടെ 47 ഉണ്ട്. ഞാൻ എഡിറ്റർ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. /kit കിറ്റൊക്കെ വർക്കാവുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. അപ്പം അങ്ങനെ കിറ്റൊക്കെ വർക്കാവുണ്ട്. അവിടെ ടോട്ട് ഇട്ടിട്ടാണ് നിങ്ങളൊക്കെ സേവ് ചെയ്യാൻ.
ഞാൻ 2 ഇടാൻ മറന്നതാണ്. ഹലോ ക്രിസ്റ്റൽ PvP, പക്ഷെ ക്രിസ്റ്റൽ ഫ്ലാറ്റ് ആണത്. ക്രിസ്റ്റൽ ഫ്ലാറ്റ് /kit കോമ്പാറ്റ് ചെയ്യണം ഈ. എന്നാലും എല്ലാ സെർവറിലും അങ്ങനത്തെ ഒന്നാണ്, ഈ സെർവറിൽ മാത്രമല്ല. /kit റൂം. ഇത് പോയിട്ട് നമ്മൾ ഈ സാധനം ഇങ്ങോട്ട് ഇടണം. ഈ സെറ്റ് ഇത്രേ ഉള്ളൂ. ഇത്രയും പണി നമ്മൾ ചെയ്യണ്ടല്ലോ. ബാക്കി നമ്മൾ ഈ സാധനം വെക്കുക. ഇമ്പോർട്ട് കറണ്ട് ഇൻവെന്ററി, പിന്നെ സേവ് വെക്കുക. ഇപ്പം നമ്മുടെ ടോട്ടം വർക്കിംഗ് ആണ്. അവിടെ താഴോട്ട് വീഴുമ്പോഴൊക്കെ ഡാമേജ് ഒക്കെ പറ്റും. ഓ എടാ എത്തി. ഓടാ അടിക്കല. അടാ നല്ല പ്ലേയേഴ്സ് ആണ്, പിന്നെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ സെർവറിന് ഞാൻ 7 ഔട്ട് ഓഫ് 10 ഔട്ട് ഓഫ് 6 കൊടുക്കുള്ളൂ. കാരണം ഈ സെർവറാണ് ലാസ്റ്റത്തെ. പക്ഷെ നമ്മൾ സ്വാഡ് PvP ഇപ്പോഴും നമ്മൾ നോക്കില്ല. പിന്നെ ഇത് ആൾക്കാർ കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ലാഗൊക്കെ കുറവായിരിക്കും. ഗൈസ് കുറച്ച് പേരുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിന് അത്ര റേറ്റിംഗ് ഒന്നും കൊടുക്കാത്തത്. കാര്യം ചെയ്യാം, മറ്റൊരു പ്രാവശ്യം കൂടെ ഒന്ന് ജോയിൻ ആക്കാം. എൻ്റെ പാസ്വേഡ് ഒക്കെ അടിക്കാം നല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സെർവർ നല്ലതാണ്. നിങ്ങൾക്ക് നല്ലൊരു സർവൈവൽ കിട്ടുന്നുണ്ട്. സ്വാഡ് PvP 1v1 നമുക്ക് നോക്കണം. ആഡ്സ് PvP ഇല്ല. ഇതിൽ നല്ല നല്ല സർവർ നൈസ്. ഇതാണ് ലാസ്റ്റത്തെ. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്നതല്ല, അത്രയ്ക്കും കേടുമില്ല. 10 ഔട്ട് ഓഫ് 9 ഗീസ്. 10 ഓഫ് 9.5 ഗീസ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഇതാണ് ഗീസ്. ഇതിപ്പോൾ ആൾക്കാരെ കണ്ടുപിടിക്കാൻ പാടാണ്, കുറച്ച് പേരുള്ളൂ. അതുകൊണ്ട് 10 ഔട്ട് ഓഫ് 9 ഗീസ്. ബാക്കി 0.5 ഒക്കെ കുറയ്ക്കാം. എന്നിട്ട് /shop എന്നിട്ട് നമുക്ക് നേരെ ഹബിലോട്ട് പോവാം. ഇതാരപ്പോൾ കയറിക്കൊണ്ട് പോയി. ബോട്ട്സ് PvP, സ്വാഡ് PvP, സ്വിഫ്റ്റ് പ്രാക്ടീസ് അതെന്താ? നോ യു ആർ നോട്ട് അലൗഡ് ടു ദിസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത് 1v1 മോഡിലെ FFA മോഡ്. എന്നിട്ട് നല്ലൊരാളെ കിട്ടും ലീസ്. പിന്നെ ഈ സെർവറിന് ഞാൻ 9 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ കാരണം ഇതിലാൾക്കാരൊന്നും ലീസ്. അപ്പോൾ ഞാൻ 8 ഔട്ട് ഓഫ് 5 ആണ് കൊടുക്കുന്നത്. ആൾക്കാരൊന്നും ലീസ്. സത്യം പറയാനുള്ള ഒരാൾ കൊണ്ടില്ല. ഞാൻ ഈ സെർവർ കണ്ടുപിടിച്ചപ്പോൾ ആൾക്കാർ കളിക്കുന്നൊക്കെ കണ്ടപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെർവറിൽ ആകെ ക്രിസ്റ്റൽ PvPയിലെ ഞാൻ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴാണ് ആൾക്കാരൊക്കെ കാണാം. അതുകൊണ്ട് ഞാൻ IP ബോട്ടൊക്കെ തരാം, നിങ്ങൾ പെട്ടെന്ന് ജോയിൻ ആവുക. ഭയങ്കര കുറച്ച് പേരുള്ളൂ. 64. വെയിറ്റ് എ മിനിറ്റ്. വെയിറ്റ്. അപ്പോൾ ഇതാ ഇവിടെ ആൾക്കാരൊക്കെ വന്നിരുന്നു നേരത്തെ. അവിടെ ഇവിടെ ഒരാൾ വന്നിരുന്നു. /skin നമ്മുടെ ആ സാധനം കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഗൈസ് ഇതിലുണ്ട് സ്കിന്ന്, റാൻഡും ഉണ്ട് ഗൈസ്. ഇതെല്ലാ സെർവറിലും ഉണ്ട് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്.
അപ്പോൾ പിന്നെ ഇതിലാണെന്തോ ഒരാളിപ്പോൾ പോയിരുന്നു. ഹേസ് ലെഫ്റ്റ് ദ ഗെയിം. ഗേസ് ഒരാളിപ്പോൾ കയറിയിരുന്നു. അപ്പോൾ ഞാൻ 8 ഔട്ട് ഓഫ് 5 ആണ് എടുക്കുന്നത്. നല്ല സർവർ നൈസ്, എത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ എടുത്തുള്ളൂ. അപ്പോൾ അടുത്തെടുക്കണം. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്.